ജെകറി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ആട് 3 നല്ലൊരു ആർട്ട് വർക്കാണ് പടത്തിലുള്ളത്. ഈ പഴയ കാലഘട്ടം ഒക്കെ അത്യാവശ്യം നന്നായിട്ട് ചെയ്തു വച്ചിട്ടുണ്ട്. അതത്ര എളുപ്പമുള്ളൊരു കാര്യമൊന്നുമല്ല. ഇതിൻ്റെ ആർട്ട് ഡയറക്ടർ, സംവിധായകൻ്റെ മേൽനോട്ടം ഒക്കെ അഭിനന്ദിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. കൂടാതെ ടെക്നിക്കലി ഇതിലെ BGM, ഓരോ കഥാപാത്രങ്ങൾക്കും അത് നൽകിയ വിധം, അത് അറ്റ്മോസ് മിക്സിങ് ചെയ്തു വരുമ്പോഴുള്ള ചാനൽ ആക്ടിവിറ്റി എല്ലാം വളരെ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ പടത്തിൻ്റെ സൗണ്ട് ഡിസൈനിങ്ങും അടിപൊളിയായിരുന്നു. ഇനി നമുക്ക് പടത്തിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം 3 മണിക്കൂറുള്ള പടത്തിൽ ആകെ എനിക്ക് വർക്കായത് അവസാനത്തെ 15 മിനിറ്റാണ്. ആ 15 മിനിറ്റ് മാരക അടിപൊളിയായിരുന്നു. ഒരു 2.25 മണിക്കൂർ നമ്മെ ഇരുത്തി ഒരു ലാഗ് അടിപ്പിക്കുമ്പോൾ അതിൽ ഭേദം എന്ന് പറയാവുന്ന സീനുകളാണ്. അത് കൂടാതെ തന്നെ ടൈം ട്രാവലിൻ്റെ അഡ്വാൻറ്റേജ് കൂടി ആ പോർഷനുകൾക്ക് ഉണ്ട്. ഇവരുടെ വേൾഡ്, അതായത് ഈ ആട് 3യുടെ ഒരു വേൾഡ് ബിൽഡ് ചെയ്യാൻ എടുക്കുന്ന സമയമുണ്ടല്ലോ, അതൊരു അന്യായ സമയമാണ് എടുത്തിട്ടുള്ളത്. പാസ്റ്റ് പോർഷൻ കോമഡി ആക്കണോ സീരീസ് ആക്കണോ എന്നൊരു സംശയം കാരണമൊക്കെയാണെന്ന് തോന്നുന്നു. നല്ല പോലെ ലാഗ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നന്നായി ബോറടിച്ചു എന്നും പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആട് 2 ആണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പം നമ്മൾ ആട് 3 വരുമ്പോൾ ആട് 2 കണ്ട നമുക്ക് കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ആട് 3 കിട്ടണമെന്നില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വേറൊരു സംഭവമാണ് പരീക്ഷിച്ച് വച്ചിരിക്കുന്നത്. അഭിനേതാക്കളിൽ മികച്ചു നിന്നത് ഡൂഡാണ്. പുള്ളി സ്ക്രീനിൽ വരുമ്പോൾ സെറ്റാണ്. പിന്നെ ഷാജി പാപ്പൻ ഇത്തവണ ഒരു പഴയ ദിലീപിൻ്റെ ലെവൽ കോമഡികൾ അതിലേക്ക് പോയ പോലെയൊക്കെ തോന്നി. പിന്നെ ധർമ്മജൻ്റെ കയ്യിൽ നിന്നും ഇടുന്ന നമ്പറുകൾ കുറച്ചൊക്കെ വർക്കാവും, പക്ഷേ കുറച്ചൊക്കെ നമുക്കൊരു ഓവർ ഫീലിംഗ് തോന്നാണ്. പിന്നെ അറക്കൽ അബുവാണ് ചിരിപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന പോലെയൊക്കെ തോന്നി. പിന്നെ നല്ലൊരു കിഡ് ഇൻട്രോ നൽകിയത് നമ്മുടെ സാത്താൻ സേവിയർക്കാണ്. പിന്നെ ഇന്ദ്രൻസിൻ്റെ ആശാൻ, അത് കുറേ ആശാൻ്റെ സീൻസൊക്കെ ഒരുപാട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. സർബത്ത് ഷമീർ കുറച്ചൊക്കെ ഓവറായി എന്ന് പറയാം, പക്ഷേ എന്നാലും പുള്ളിക്കാരൻ ആ ക്യാരക്ടർ വിടാതെ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പുതിയ ഹോളിവുഡ് നായിക ഒരു സ്റ്റണ്ട് ഡബിൾ ആയതിനാൽ ആക്ഷൻ സീനുകൾ കിഡുവാണേലും അഭിനയമൊക്കെ കണക്കായിട്ട് തോന്നി. ഈ പടം എന്ന് പറയുന്നത് ഒരു ഗ്രാൻഡ് സ്കെയിലാണ്, അതായത് ഒരു എപ്പിക് ലെവലിൽ എടുത്തിട്ടുള്ള ഒരു കോമഡി പടം. ഇപ്പോൾ മലയാളത്തിൽ പ്രിയദർശൻ മരക്കാരൻ എന്ന പടം എടുത്തതിന് ശേഷം ഇങ്ങനൊരു അറ്റംപ്റ്റ് നടത്തുന്നത് മിഥുൻ മാനുവൽ തോമസാണ്. ഈ സിനിമയുടെ കോമഡിയുടെ ലെവലിൽ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആട് സീരീസിലെ ഒരു മോശം എന്ന നമ്മൾ ഫസ്റ്റ് ഇതിൻ്റെ ഫ്ലോപ്പായിരുന്നു എങ്കിലും നമുക്ക് ഫസ്റ്റ് ബോറടിക്കാതെയാണ് സിനിമ എടുത്തു വച്ചിട്ടുള്ളത്. നമുക്ക് കണ്ടിരിക്കാം. അപ്പം നമുക്ക് ആടിൻ്റെ ആ ഒരു സംഭവം നമുക്ക് കിട്ടി. പിന്നെ ആട് 2 വന്നപ്പോഴും ഒരു ഫൺ റൈഡ്, ആ ഒരു സംഭവം നമുക്ക് ഓൾറെഡി ഫസ്റ്റിൽ കിട്ടിയിട്ടുള്ളത് കൊണ്ട് സെക്കൻഡ് അതിനേക്കാളും നമുക്ക് ഗംഭീരമായിട്ട് തോന്നി. പക്ഷെ 3 വരുമ്പോൾ ഇപ്പോൾ താരങ്ങളുടെ ഒരു വൈബ് പ്രകടനം കാണാൻ വേണ്ടി മാത്രമായിട്ട് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിരാശപ്പെടും. ആട് 2 നമ്മൾ മനസ്സിൽ കയറ്റിയിട്ട് ആട് 3 വരരുത്. എന്നാൽ കഥ പറയുന്ന രീതി, അതിലെ വ്യത്യസ്തത, അത് ആസ്വദിക്കാനായിട്ട് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഡീസൻ്റ് വാച്ചബിൾ പടമാണ് ആട് 3. ആദ്യ പകുതിയും ശരാശരിക്ക് മുകളിൽ വന്ന 2ാം പകുതിയും പഴയ വൈബ് തിരിച്ചു കിട്ടിയ കിഡ്ലൻ ക്ലൈമാക്സ് പോർഷനും. പക്ഷേ ആദ്യ പകുതിയുടെ ലെങ്ത്ത് അല്പം കുറയ്ക്കാമായിരുന്നു. ഈ വേൾഡ് ബിൽഡായി വരുന്ന അതിൻ്റെ ലെങ്ത്ത്. കഥ നല്ല വെറൈറ്റി ആയിട്ടുണ്ട്. തിരക്കഥയും മേക്കിങ്ങും ആർട്ട് വർക്കും കിഡിലും ആയിട്ടുള്ളത് ഈ ആട് 3ലാണ്. പക്ഷേ സ്റ്റോറി വൈസ് പൂർണ്ണതയില്ലാതെയാണ് സിനിമ അവസാനിപ്പിച്ചത്. ഇതിൻ്റെ പാർട്ട് 2 ഉണ്ട് എന്ന് മുൻപേ പറഞ്ഞതുകൊണ്ട് ഇനിയിപ്പോൾ കഥയുടെ പൂർണ്ണത എന്തെന്ന് അത് വരുമ്പോൾ ലാസ്റ്റ് പാർട്ട് വരുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതുവരെ നമുക്ക് കാത്തിരിക്കാം. എനിക്കിത്രേ പറയാനുള്ളൂ. ആട് 2 പോലെയല്ല ആട് 3. ആട് 2 കോമഡിയും
ഷാജി പാപ്പൻ്റെ ആ വൈബും ആ എല്ലാ താരങ്ങളുടെയും ആ കോമഡിയും ആ സംഭവങ്ങളൊന്നും നമുക്ക് ആട് 3 നിന്ന് കിട്ടണമെന്നില്ല. ഓക്കെ, അപ്പോൾ അത് മനസ്സിൽ വെച്ചിട്ട് ആട് 3ക്ക് ടിക്കറ്റ് എടുക്കാവുന്നതാണ്. ഇതിൻ്റെ ക്ലൈമാക്സ് വരെയുള്ള പോർഷൻസ് ആദ്യ പകുതിയിൽ പറഞ്ഞ് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ രണ്ടാം പകുതിയിൽ ഇപ്പോൾ പറയാൻ ബാക്കി വെച്ച കഥ പൂർണ്ണമായിട്ടും പറഞ്ഞുകൊണ്ട് ഗംഭീരമായിട്ട് ഈ സീരീസ് അവസാനിപ്പിക്കാമായിരുന്നു എന്നെനിക്ക് തോന്നിപ്പോയി. സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്.